ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇട്ടത്. അപ്പോൾ ഇത് ഒന്നാം പെരുന്നാളിൻ്റെ അന്ന് എടുത്തതാണിത്. അപ്പോൾ വല്ലാതെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ പള്ളിയിൽ നിന്ന് തെക്കുബീർ ചെല്ലുന്നു കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോക്ക് ഒന്ന് ഫോൺ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ രസം വെള്ളുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് ഇനി ബീഫൊക്കെ ഉണ്ടാക്കാനുള്ളതല്ലേ. അപ്പോൾ തലേന്നൊക്കെ തൊലിച്ച് വെച്ചത് ഇനി അപ്പോൾ രാവിലെ ഒക്കെ ഒന്ന് പേസ്റ്റാക്കി വെക്കണം കേട്ടോ. പിന്നെ ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പിന്നെ വല്ലാതെ എടുത്തിട്ടില്ല. ഒക്കെ പിന്നെ എപ്പോഴും ഇടണ്ടല്ലേ. പിന്നെ ആണെങ്കിൽ നമുക്ക് സമയമില്ല. അപ്പോൾ നമ്മൾ മോന് പള്ളിയിൽ പോകാനിട്ടത്. അപ്പോൾ പിന്നെ രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷമാണ്. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈദ് മുബാറക്. എല്ലാ പെരുന്നാളിലും നമ്മൾ കുടുംബസമേതം ഒത്തുകൂടാറില്ല. അപ്പോൾ ഈ പെരുന്നാളിലും നമുക്ക് ഒത്തുകൂടണ്ടേ. അപ്പോൾ നാളെയാണ് കേട്ടോ, നിങ്ങൾ വരാൻ മറക്കല്ലേ, ഞാനും ഉണ്ടാവും. അപ്പോൾ പിന്നെ രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷമായിട്ടത്. അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇട്ടത്. അപ്പോൾ 10 കിലോൻ്റെ ചോറ് കൊണ്ടുവന്നിരിക്കണേ. അപ്പോൾ ഞങ്ങൾ 5-6 പെരക്കാർ ഞങ്ങളെ കുടുംബങ്ങളൊന്നായിട്ടൊന്ന് കൂടുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇപ്പോൾ 3-4 വർഷമായിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പിന്നെ വിജയിച്ച ഈ വർഷം ജയിച്ച് ഇറങ്ങിയവർക്കൊക്കെ മദ്രസയിൽ പൊതുപരീക്ഷ ജയിച്ചവരുണ്ട്. പിന്നെ സ്കൂളിൽ പിന്നെ കോളേജിലൊക്കെ നല്ല മാർക്കോട് കൂടി വിജയിച്ചവരിട്ടാ. 10ാം ക്ലാസ് ഉണ്ട്, +2 ഉണ്ട്, B.Ed ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഉള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 വർഷമായി ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ മെച്ചപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളിങ്ങനെ അടുത്ത വർഷം നമുക്ക് ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ നല്ല പഠിച്ചെങ്കിലല്ലേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ള ഒരു ഇത് കുട്ടികളിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ പിന്നെ അതിനുള്ള പരിപാടികളാണിട്ടത്. അപ്പോൾ ചോറ് വിളമ്പും വെക്കണമൊക്കെ ഉണ്ട്. പിന്നെ മധുരപലഹാരങ്ങൾ കൊണ്ടുനിൽക്കണം. അപ്പോൾ ഇതൊക്കെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയട്ടാ. പറയുമ്പോൾ ഇങ്ങനെ മധുരപലഹാരങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുനിൽക്കണം. ഞാനും കൊണ്ടുപോയിന് കേട്ടോ. ഞാനൊരു കേക്കൊക്കെ ഉണ്ടാക്കി കാണും, ഞാനും കൊണ്ടുപോയിന്. അപ്പോൾ എല്ലാവരും പലഹാരങ്ങളും ഒക്കെ വിളമ്പലും ഇതാക്കലും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ അതും വേറെ കുറേ ആളുണ്ടാവും. പിന്നെ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഫോണായിട്ട് നടക്കണ്ടേ. പിന്നെ കുട്ടികളോടൊന്നും എടുക്കാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പോൾ ട്രോഫികളാണിട്ടത്. അപ്പോൾ നമ്മൾ ഉമ്മ കൊടുക്കണ മാതിരി കേട്ടാ ട്രോഫികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടത്. അടിപൊളി